രാവണനെ പുറത്താക്കി സന്തോഷ് പണ്ഡിറ്റിന്റെ കൃഷ്ണനും രാധയും തലസ്ഥാനത്തും. യൂട്യൂബിലൂടെ കുപ്രസിദ്ധി നേടിയ ചിത്രം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ യുവാക്കൾ കൂവി ആഘോഷിക്കുകയാണ്. ആദ്യ ഷോയിൽ റെക്കോർഡ് വരുമാനം നേടിയതോടെ പണ്ഡിറ്റിന്റെ അടുത്ത ചിത്രവും തിയേറ്ററിലെത്തിക്കുമെന്ന് വിതരണക്കാരനും പ്രഖ്യാപിച്ചു. ചലച്ചിത്രോത്സവങ്ങളിൽ ലോക ക്ലാസിക്കുകളെ പറ്റി ഗൗരവത്തോടെ ചിന്തിച്ചിരിക്കുന്ന യുവാക്കളെയാണ് കൈരളിയുടെ മുറ്റത്ത് ഇതിനു മുമ്പ് ഇത്രയധികം കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവർ ഒരു സിനിമ സഹിച്ചിറങ്ങിയവരും സഹിക്കാൻ ഇറങ്ങി തിരിച്ചവരുമാണ്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുമ്പോൾ തമാശ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ തമാശ അല്ല വരുന്നത്. ഇല്ല, എന്റർടൈനിങ് ആണ്. ബിക്കോസ് തിയേറ്റർ ക്രൗഡ് ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുണ്ട്. സിനിമ കാണാൻ വേണ്ടി ആവേശം കൊണ്ട് വന്നതല്ല, ജസ്റ്റ് ആ ഒരു ബഹളവും അത് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. മണ്ടനായ സന്തോഷ് പണ്ഡിറ്റിന് വേണ്ടി 12 ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. 12 ടിക്കറ്റ്. സ്വയം പ്രഖ്യാപിത സൂപ്പർ താരമായി യൂട്യൂബിലൂടെ പ്രത്യക്ഷപ്പെട്ട സന്തോഷ് പണ്ഡിറ്റിന്റെ കൃഷ്ണനും രാധയും കണ്ട് തലസ്ഥാനത്തും യുവാക്കൾ കൂടി തകർത്തു. കിങ് ഖാന്റെ രാവൺ വെറും 6 ദിവസം കൊണ്ട് 6 ലക്ഷം നേടിയിരുന്നു. 7ാം നാൾ മുതൽ ആള് കുറഞ്ഞതോടെയാണ് കൃഷ്ണനും രാധയും കൈരളിയിലെത്തിയത്. കൂവലും അസഭ്യവർഷവുമായി ജനം തിങ്ങി നിറഞ്ഞപ്പോൾ ആദ്യ 4 ഷോയിലെ കളക്ഷൻ മാത്രം 1/2 ലക്ഷം രൂപ. ഇതിനിടെ തേടിയ വള്ളി കാലിൽ ചുറ്റിയ പോലെ ഒരാൾ മുന്നിലെത്തി. അനന്തപുരിയെ കൃഷ്ണലീലയിൽ ആറാടിച്ച വിതരണക്കാരൻ. പണ്ഡിറ്റിന്റെ അടുത്ത പടവും തിയേറ്ററിലെത്തിക്കാനുള്ള കാത്തിരിപ്പിലാണ് ഇദ്ദേഹം. പല തിയേറ്റർ പാർട്ടിയോടും ഡേറ്റ് ചോദിച്ചിരുന്നു ഈ പടത്തിന് വേണ്ടി. അന്ന് ആർട്ടിസ്റ്റ് ഇല്ലാത്തതിന്റെ കാരണത്തിൽ ആരും തിയേറ്റർ ഡേറ്റ് നൽകിയില്ല. അപ്പൊ അതിനുശേഷമാണ് KSRTCയിൽ സംസാരിച്ച് കലാമൂല്യമല്ല, ആൾക്കാർ എന്റർടൈൻ ചെയ്യുന്നുണ്ട്, അത് മാത്രമേ ഈ ചിത്രത്തിനുള്ളൂ. കലാമൂല്യമുള്ള ചിത്രം എന്ന് പറയാൻ പറ്റത്തില്ല. കൂവാനുള്ള ഒരു നിമിഷം പോലും നഷ്ടപ്പെടാതിരിക്കാൻ യുവാക്കൾ നേരത്തെ തന്നെ തിയേറ്ററിനുള്ളിൽ ഇടം പിടിച്ചു. സംവിധാനമടക്കം 15 അടവും പയറ്റി ഒടുവിൽ നായകന്റെ രംഗപ്രവേശം. ഭാഗ്യത്തിനാരും ചീമുട്ടയിറങ്ങില്ല. അതെനിക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് സാർ. സഹികെട്ട കാണികൾ പണ്ഡിറ്റിനെ വിളിക്കാൻ ഇനിയൊന്നും ബാക്കിയില്ല. കേട്ടിരിക്കാനാകാതെ സ്ത്രീജനം കാതുപൊത്തി. ഭാവങ്ങൾ വാരി വിതറുന്നതിൽ പണ്ഡിറ്റിനെ വെല്ലും മറ്റുള്ളവർ. പാട്ടിനൊപ്പം പ്രേക്ഷകരും നിറഞ്ഞാടി. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.